വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുറികളിൽ ഒന്നാണ് ലിവിംഗ് റൂം. ലിവിംഗ് റൂം 2 തരത്തിലാണുള്ളത്. ഒന്ന് ഫോർമൽ ലിവിംഗ്, 2 ഫാമിലി ലിവിംഗ്. ഫോർമൽ ലിവിങ്ങിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വീടിനകത്തേക്ക് കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് ഇംപ്രഷൻ, അതാണ് ലിവിംഗ് റൂം. അതുകൊണ്ട് തന്നെ അത്ര മനോഹരമായിട്ടായിരിക്കണം ആ റൂം ഡിസൈൻ ചെയ്യേണ്ടത്. സിറ്റിംഗ് ഏരിയയിൽ നല്ലൊരു സോഫ, ചെയർ, സെൻട്രൽ ടേബിൾ, ഡെക്കറേറ്റീവ് ഐറ്റംസ് തുടങ്ങിയ അറേഞ്ച്മെന്റ്സുകളാണ് ഒരു ലിവിംഗ് ഏരിയയെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഡബിൾ ഹൈറ്റ് കൊടുത്തും നോർമൽ രീതിയിലും ഫോർമൽ ലിവിംഗ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. വീടിന്റെ ഇന്റിമേറ്റ് ഏരിയകളിൽ നിന്നും സെപ്പറേഷനോട് കൂടിയായിരിക്കും ഫോർമൽ ലിവിംഗ് ഡിസൈൻ ചെയ്യാറ്. ഒരു വീട്ടിൽ 2 ലിവിംഗ് റൂമിന്റെ ആവശ്യകത. ഇതുകൊണ്ട് പ്രദാനം ചെയ്യുന്നത് ഫോർമൽ ലിവിംഗ് തികച്ചും അതിഥി സൽക്കാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുന്നതും അതേ ലെവലിലായിരിക്കും. എന്നാൽ 2 ലിവിംഗ് റൂം ഇല്ലാത്ത പക്ഷം ഫോർമൽ ലിവിംഗിൽ TV യൂണിറ്റ് സെറ്റ് ചെയ്യുന്നവരുമുണ്ട്. ചിലർ ഫോർമൽ ലിവിംഗിൽ പ്രെയർ ഏരിയയും സെറ്റ് ചെയ്യാറുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ അത് സഹായകരമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. വെൽക്കമിംഗ്, പ്ലസന്റബിൾ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫീൽ, അതാണ് നമുക്ക് ഫോർമൽ ലിവിംഗിൽ നിന്നും കിട്ടുന്നത്. അതിഥി സൽക്കാരം, അതാണല്ലോ ഫോർമൽ ലിവിംഗിന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ അത്ര മനോഹരമായിട്ടായിരിക്കും അവയുടെ ഡിസൈനുകളും. എന്നാൽ വീട്ടിലുള്ളവർ അവരുടെ ടൈം സ്പെൻഡിനു വേണ്ടിയും ഫോർമൽ ലിവിംഗിനെ യൂസ് ചെയ്യാറുണ്ട്. ക്വാളിറ്റിക്കും ലുക്ക് ആൻഡ് ഫീലിനും കോംപ്രമൈസ് വരുത്താത്ത രീതിയിലായിരിക്കും അവയുടെ ഡിസൈനുകൾ. കളർ കോമ്പിനേഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയ കൂടിയാണ് ഫോർമൽ ലിവിംഗ്. വീടിന്റെ തീമിനോട് അനുയോജ്യമായിട്ടായിരിക്കണം ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്യേണ്ടത്. ലിവിംഗ് റൂം ഹൈലൈറ്റ് ചെയ്യുവാനായി വാൾ ടെക്സ്ചറുകളും വാൾ ഡെക്കറുകളും ഉപയോഗിക്കാറുണ്ട്. ഫാൾ സീലിംഗിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് ലിവിംഗ്. സ്വീകരണ മുറിക്ക് ആംബിയൻസ് കിട്ടുവാനായി ലൈറ്റ്സുകളും ഫാൻസി ഫാനുകളും കാർപ്പറ്റ്സും പ്ലാന്റ്സുകളുമെല്ലാം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു.